സർ, പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖർ എത്തുമ്പോൾ പഴയ ചില ചരിത്രങ്ങൾ അല്ലെങ്കിൽ പഴയ ചില പാർട്ടി കാര്യങ്ങൾ കൂടിയാണ് കേരളം ഓർമ്മിക്കുന്നത്, അല്ലെങ്കിൽ CPM ഓർമ്മിക്കുന്നത്. നമുക്കറിയാം, കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഒരു വെടിവയ്പും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ രവത ചന്ദ്രശേഖർ വരുമ്പോൾ മറ്റനേകം ചർച്ചകൾ കൂടി വാർത്തകളിൽ നിറയുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് രവത ചന്ദ്രശേഖർ? പിണറായി സർക്കാരിന്റെ കാലത്ത് രവത ചന്ദ്രശേഖറിനെ പോലെയൊരാൾ പോലീസ് മേധാവിയായി എത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന് പുതിയൊരു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ലഭിച്ചിരിക്കുകയാണ്. പേര് രവത ചന്ദ്രശേഖർ. ആന്ധ്രാക്കാരനാണ്. കേരള കേഡറിൽ ആയിരുന്നു അദ്ദേഹം. അത് ഏറ്റവും യുക്തമായ ഒരു തീരുമാനം ഇരു സർക്കാരുകളും, കേന്ദ്ര സർക്കാരും കേരള ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ നിന്നും കേന്ദ്ര സർക്കാർ നിയമിച്ചതാണ് ഈ IPSകാരനെ. അപ്പം അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ സർവീസിന്റെയൊക്കെ ഒരു മികവിൽ നിന്നായിരിക്കണം അദ്ദേഹം DGP ആയിട്ട് നിയമിക്കപ്പെട്ടത്. അതിനിടയ്ക്ക് പുഷ്പനെ ഓർക്കുന്നോ, പുഷ്പനെ അറിയുമോ, നിങ്ങൾ പുഷ്പനെ അറിയുമോ എന്ന് മാധ്യമപ്രവർത്തകർ തോണ്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ദുഷ്ടബുദ്ധി അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഒന്നുകൊണ്ടും ഗവൺമെന്റിനെ എതിർക്കാൻ പറ്റാതെ വരുമ്പോൾ എന്നാൽ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. അതൊരു കുസൃതി മാത്രമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സേവന കാലയളവിൽ പല ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോകും. രവത ചന്ദ്രശേഖർ ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ASP മാത്രമാണ്. അതായത് സർവീസിൽ കയറിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ ലിമിറ്റഡ് ആണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന 10-25 വർഷം കഴിഞ്ഞു കാണും. അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട്. അനുഭവങ്ങൾ മാത്രമല്ല, സർവീസിലുള്ള കണ്ടും കേട്ടും ജനങ്ങളോട് ഇടപെട്ടും ഗവൺമെന്റുകളോട് ഇടപെട്ടും അദ്ദേഹം നേടിയിട്ടുള്ള ഒരു കരുത്തും വീര്യവുമൊക്കെ ഉണ്ട്. അതാണ് അദ്ദേഹത്തിനെ DGPയുടെ നിലയിലേക്ക് ഉയർത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസം. രവത ചന്ദ്രശേഖരെ പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, സ്റ്റേറ്റിന് പുറത്തുനിന്ന് വരുന്ന IPSകാർക്ക് പൊതുവെ ഉണ്ടാകാവുന്ന ഒരു ദൗർബല്യം എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഫ്ലുവൻസി കുറവാണ്. നമ്മൾ ഋഷാദ് സിംഗ് തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ കൗതുകത്തോടുകൂടി നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അദ്ദേഹം ഒരുവിധം ഭംഗിയായിട്ട് മലയാളം പറയുന്ന ആളാണ്. മലയാളത്തിൽ പുസ്തകം വരെ എഴുതിയെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ രവത ചന്ദ്രശേഖരെ സംബന്ധിച്ചോളം അങ്ങനല്ല. വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഏതൊരു മലയാളിയെ പോലും മലയാളം സംസാരിക്കാൻ അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വളരെ കാം ആൻഡ് കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അത്ര അദ്ദേഹം, അങ്ങനെയും പറയപ്പെടുന്നു. കാരണം ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പല്ലാതെ അദ്ദേഹത്തിന്റെ സർവീസ്, അദ്ദേഹം പല മേഖലകളിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വിവാദം ഉണ്ടാക്കിയതായിട്ട് മറ്റൊരു വിവാദം, ആ വിവാദം കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് എന്ന് പറയുന്നത് പോലും അത് അദ്ദേഹത്തിൽ മാത്രം ചാർത്തി കൊടുക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു മിനിസ്റ്റർ ഒരു മീറ്റിങ്ങിന്, ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു പോലീസ് ഓഫീസർക്ക് ചെയ്യേണ്ടി വന്ന കാര്യം, അയാളുടെ ഉത്തരവാദിത്തമാണ് അവിടെ നിർവഹിക്കപ്പെട്ടതെന്ന് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതായിരിക്കണം ഇപ്പോൾ മുഖ്യമന്ത്രിയും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ അത് കഴിവുറ്റൊരു പോലീസുകാരുണ്ട്. കഴിവുറ്റ ഒരു DGP കേരളത്തിന് സമർപ്പിക്കാനും പറ്റി എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണം ചെയ്യും. ലാസ്റ്റിൽ അദ്ദേഹം IB-യിലാണ്, ഇന്റലിജൻസ് ബ്യൂറോയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തരം നാഡി ഞരമ്പുകൾക്ക് തുല്യമായ ഒരു കാര്യമാണ്. ഓരോ
ചെറിയ ചെറിയ പൾസസുകൾ പോലും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഏരിയയാണ് ഇന്റലിജൻസ് ബ്യൂറോ. അപ്പം കേരളത്തിലെ ഇപ്പോൾ വളരെ സാമാന്യം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ ഒരു അവസരത്തില് IB-യിലുള്ള പരിചയം വെച്ചിട്ട് ഉള്ള ഒരാൾ കേരളത്തിലെ DGP ആകുന്നത് കേരളത്തിന്റെ പൊതു നന്മയ്ക്ക് ഉതകും എന്നാണ് എടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നുള്ളത്, ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുക, പിന്നെ കാം ആൻഡ് കമ്പോസിറ്റ് ആയിട്ടിരിക്കുക. ഇതിനിടയ്ക്ക് കേരളത്തിലെ പോലീസിനെ പറ്റി ഉയർന്നു വന്നിട്ടുള്ള പലവിധ ആരോപണങ്ങളുണ്ട്. അതായത് ഒരു DGP പൂരം കലക്കാൻ പോയതും അങ്ങനെ തുടങ്ങി പലവിധ പിന്നെ ശബരിമല ഇഷ്യൂവില് മറ്റൊരു അന്നത്തെ അഡീഷണൽ DGP ഹർട്ട് ചെയ്തു, അവിടുത്തെ വിശ്വാസികളെ ഹർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നിലനിൽക്കെ, അതുപോലെ തന്നെ എക്സസ് ഓഫ് പോലീസിങ് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു വിരാമം, അതായത് പോലീസിൽ പല പടലകളിലുള്ള അധികാര കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നതിനെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ രവീന്ദ്ര ചന്ദ്രശേഖരന് സ്മൂത്ത് ആക്കാനും വളരെ നല്ലൊരു പോലീസിങ് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുമാണ് എൻ്റെ ഒരു വിശ്വാസം. അതുതന്നെയല്ല, പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധികം ആത്മവിശ്വാസം തോന്നുന്ന ഒരു നിയമനമായിട്ട് കൂടി ഇതിനെ എടുക്കണം. കാരണം പൊതുജനത്തിന്റെ നന്മ തിരിച്ചറിയാൻ, പൊതുജനത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നു. അത്രയാണ് ഈ നിയമനത്തിനെ പറ്റി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് അനുമാനിക്കാൻ കഴിയും. പക്ഷേ രവീന്ദ്ര ചന്ദ്രശേഖർ വരുമ്പോൾ നിലവിൽ കേരളം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ നമുക്കറിയാം ഇന്ന് ഓൺലൈൻ മീറ്റായാണ് രവീന്ദ്ര ചന്ദ്രശേഖറിന്റെ ഒരു മേധാവിയായി വരുന്നു എന്നുള്ള പ്രഖ്യാപനം മന്ത്രിസഭ ഓൺലൈൻ മീറ്റായാണ് നടത്തിയതും പ്രഖ്യാപിച്ചതുമൊക്കെ. പക്ഷേ ഒരല്പം സമയമെടുത്തോ ഈ സർക്കാർ രവീന്ദ്ര ചന്ദ്രശേഖറിനെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ? മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലകളൊക്കെ വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് രവീന്ദ്ര ചന്ദ്രശേഖറിന് പോവാനുള്ള ഒരു നോട്ടീസ് നൽകുന്നതിൽ, അല്ലെങ്കിൽ രവീന്ദ്ര ചന്ദ്രശേഖർ മതി എന്ന് തീരുമാനിക്കുന്നതിൽ ഇരു സർക്കാരുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നോ? അത് ഞാൻ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു രവീന്ദ്ര ചന്ദ്രശേഖറിന് കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഒരു ഇൻഫ്ലുവൻസ് ഒരു കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കൂത്തുപറമ്പ് വെടിവയ്പിൽ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ രവീന്ദ്ര ചന്ദ്രശേഖറിനെ തിരിച്ച് കേരളത്തിലേക്ക് ഇതേ സർക്കാരിന്റെ കാലത്ത് പോലീസ് മേധാവിയായി വരുന്നു എന്നൊരു പ്രത്യേകത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രത്യേകതയിലൂന്നിയുള്ള ഏതെങ്കിലും തരത്തിൽ ഒരാശയക്കുഴപ്പം സർക്കാരിനുണ്ടായിട്ടുണ്ടോ? അത് കാണുന്ന കാര്യങ്ങളിലെല്ലാം നമ്മള് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. കഴിവുള്ള ആളുകളെ നിയമിക്കുക എന്ന് പറയുന്ന ഏത് സർക്കാരിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് യോഗ്യതയും കഴിവുള്ള ഒരു വ്യക്തി, അത് കേന്ദ്ര സർക്കാരുമായിട്ട് കൂടിയാലോചിച്ച് കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. ബാക്കിയല്ല, നമ്മൾ എന്തിനാണ് ഭൂതകാലത്തിൽ പോയി സ്ട്രക്കാകുന്നത്? ആ കാലം അത് തെറ്റുപറ്റി, ആ തെറ്റിന് അത് നമ്മൾ പിന്നീട് ആ തെറ്റും എടുത്തുകൊണ്ട് ഈ കാലത്തിലും ആ പറയുന്ന ഭൂതകാലം എടുത്ത് താലോലിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിങ്ങിൽ എന്താണോ വേണ്ടത്, അതിനനുയോജ്യനായ വ്യക്തിയാണോ വന്നിട്ടുള്ള DGP എന്നുള്ളതാണ് ജനങ്ങളും സർക്കാരും പരിഗണിക്കേണ്ടത്. അതിനപ്പുറം ഒരു പരിഗണന നടന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പല നിലപാടുകളും സംസ്ഥാനത്തിന്റെ വികസനത്തിനും മുന്നേറ്റത്തിനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. അതിൻ്റെ അകത്ത് ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ചില വേദനയുടെ മുറിപ്പാടുകളോ ഒക്കെ മറക്കേണ്ടി വന്നിരിക്കും. അല്ലാതെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം, നമുക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ
എന്താണ് ചർച്ചാ തൊഴിലാളികൾക്കും മറ്റുള്ള ലീഷർലി ആയിട്ടുള്ള പൊതുജനത്തിനും വേറെ തൊഴിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ ഓരോന്നിലും ഓരോ ഭാവനകൾ, ഓരോ സങ്കല്പങ്ങൾ കലർത്തിക്കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് അദ്ദേഹത്തിന്റെ മാറ്റു തെളിയിക്കേണ്ടത് പോലീസിങ്ങിലും, പോലീസും ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളിലും, ഗവൺമെന്റുമായിട്ടും പോലീസുമായിട്ടുമുള്ള ആ ചേർച്ചയിലുമൊക്കെ ഈ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നിടത്താണ്. അതിന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് കാത്തിരുന്ന് കാണുക. അന്നേരം പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഭൂതകാലത്തിലെ തിരിച്ചു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചകഞ്ഞെടുത്തുകൊണ്ട് വന്ന് അതാവാം ഇതാവാം എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിലെ ഉചിതം. ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. തീർച്ചയായും. എന്തായാലും കേരളത്തിൽ പുതിയ പോലീസ് മേധാവി എത്തുന്നു, രവത ചന്ദ്രശേഖർ. അശോക് സർ സൂചിപ്പിച്ചതുപോലെ നന്നായി മലയാളം സംസാരിക്കാൻ അറിയാവുന്ന മലയാളികളോടൊപ്പം അല്ലെങ്കിൽ കേരളത്തിൽ മുൻപ് പ്രവർത്തിച്ച മുൻപരിചയമുള്ള ഒരു പോലീസ് മേധാവി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വരവ് രാഷ്ട്രീയപരമായും അല്ലാതെയും നിരവധി ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അശോക് സാർ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ കേരളത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം, പ്രത്യാശിക്കാം. വ്യക്തമാണ്. താങ്ക് യു സർ.